ഹായ് ഫ്രണ്ട്സ്, നല്ല കിളിമീൻ കറിയും തോരനും മത്തി പൊരിച്ചതും കൂടെ ഒക്കെ കൂട്ടിയിട്ട് ഒരു ചോറുണ്ടാലോ. അപ്പോൾ ഞാനെങ്ങനെ കിളിമീൻ കറി വെക്കുന്നതെന്ന് പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കൊച്ചുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇഞ്ചി വെളുത്തുള്ളി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ തക്കാളിക്ക ഇത്രയും ഞാൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മൂത്തിട്ടൊരു ബ്രൗൺ നിറം ആവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇതേ ഒരു ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാവേ. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വെള്ളം ഒഴിച്ചൊന്ന് കുതിരാൻ വയ്ക്കാവേ. ഇങ്ങനെ വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കറിക്ക് നല്ല തിക്ക് ഗ്രേവി കിട്ടും. പിന്നെ ഒരു നല്ല കളറും കിട്ടുവേ. അപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് വെള്ളത്തിൽ കുഴച്ച് വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന സെയിം ചട്ടി തന്നെ നമുക്ക് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ഉലുവാപ്പൊടിയും മുളകും ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചതും കൂടെ ഇട്ട് കൊടുക്കാതെ നന്നായിട്ടൊന്ന് പച്ചമണം പോകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാവേ. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ കുടംപുളിയാണ് ഇട്ട് കൊടുക്കുന്നത്. പുളിക്ക് ആവശ്യമായിട്ടുള്ള കുടംപുളി ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് അല്പം ഉപ്പൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് തിളച്ച് വരണം. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാവേ. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം തിളച്ച് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് ഞാൻ ഇവിടെ മീനൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തിളച്ച് വന്നതിന് ശേഷം ഞാൻ ഈ മീൻ ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ എല്ലാം ഒന്ന് നന്നായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കണം. അപ്പോൾ ഞാൻ അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണേ. കുറച്ച് സമയമായി ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മീൻ കറി. അടിപൊളി ടേസ്റ്റാണേ. അടുത്ത് നമുക്ക് മത്തി ഒന്ന് പൊരിച്ചെടുക്കാവേ. ഇത് സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ്. ഓക്കെ, മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കണം. എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം ഇട്ടിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുകയാണേ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മസാല എല്ലായിടത്തും എത്തണം. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പുരട്ടി വെച്ചിട്ടുണ്ട്. 5 മിനിറ്റ് ഇങ്ങനെ പുരട്ടി മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനെടുത്ത് വെച്ചിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ കറിവേപ്പിലയാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഓരോ മീനായിട്ട് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് തിരിച്ചിടാം ഓരോന്നായിട്ട്. ഓക്കെ, നമ്മുടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ 2 സൈഡും മൂപ്പിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ, മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ മണ്ടയ്ക്ക് പച്ചക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് പച്ചവെള്ളയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ചോറൊക്കെ വിളമ്പി ഞാൻ ആദ്യം വെച്ച് കൊടുക്കുന്നത്
പരിഞ്ഞിലില്ലേ, ഈ മത്തിയുടെ പരിഞ്ഞിൽ വെച്ചിട്ടുണ്ടാക്കിയൊരു തോരനാണ്. ഓക്കെ, പിന്നെ ഞാൻ വെച്ച് കൊടുക്കുന്നത് ക്യാബേജ് തോരനാണ്. പിന്നെ മത്തി വറുത്തതും പിന്നെ മീൻകറിയും. ഒരു ചെറിയായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.